ഹൈ സ്റ്റുഡൻസ്, നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ചസ് ബോത്ത് സ്റ്റേറ്റ് ആൻഡ് CBSE വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂപ്പർ കിങ്സിൽ ജോയിൻ ചെയ്ത മക്കൾക്കൊക്കെ അറിയാം, നിങ്ങളിപ്പോൾ 1.0 2.0 ബാച്ചസും റണ്ണിങ് ആണ്. അതിൽ നിങ്ങൾക്കുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്, നമ്മൾ ജസ്റ്റ് ക്ലാസ് 12 ടോപ്പിക്സ് പഠിച്ചു പോകാൻ മാത്രമല്ല ചെയ്യുന്നത്, വി ആർ ഓൾസോ റിവൈസിങ് ക്ലാസ് 11 ടോപ്പിക്സ്. അപ്പോൾ നിങ്ങൾക്കറിയാം, വീക്കെൻഡ്സിൽ നമുക്ക് മാരത്തോൺ റിവിഷൻസ് ആയിട്ട് നമ്മൾ ക്ലാസ് 11ലെ ടോപ്പിക്സും പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ഇപ്പം 12ലെ ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും 11ലെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആ ടോപ്പിക്സ് മറന്നു പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കത് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ റിവിഷൻസും അതേപോലെ നിങ്ങളുടെ ഈ പ്രിപ്പറേഷനും ഏറ്റവും ഹെൽപ്ഫുൾ ആക്കാനായിട്ടും ഏറ്റവും ഈസി ആക്കാനായിട്ടും മിസ് ഒരു സീരീസുമായിട്ട് വരികയാണ്. അതായത് ക്ലാസ് 11ൻ്റെ ടോപ്പിക്സ്, നിങ്ങൾ ബയോളജിയിൽ എസ്പെഷ്യലി ബോട്ടണിയിൽ പഠിക്കുന്ന ചില ടോപ്പിക്സ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ചില ടോപ്പിക്സ് നിങ്ങൾക്ക് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസിലൂടെ വന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഈ ഒരു വീഡിയോസൊക്കെ കണ്ട് മാക്സിമം നിങ്ങളിതിനെ യൂസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാരണം നിങ്ങൾക്കറിയാം, നീറ്റിൻ്റെ എക്സാം പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫിക്കൽട്ടി ലെവലൊക്കെ കൂടി വരികയാണ്. അതുപോലെ തന്നെ 11ൻ്റെയും 12ൻ്റെയും ടോപ്പിക്സിന് ഓൾമോസ്റ്റ് ഒരേ ഇമ്പോർട്ടൻസ് തരുന്ന രീതിയിലാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല 12th നിന്നായിരിക്കും കൂടുതൽ വരിക, 12th പാർട്ടിൽ നിന്നായിരിക്കും കൂടുതൽ വരിക, അല്ലെങ്കിൽ 11th പോർഷൻ നിന്നായിരിക്കും കൂടുതൽ വരുന്നത്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 12ൻ്റെ പഠിച്ചു പോകുന്നതിനോടൊപ്പം തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇനി 12ൻ്റെ ബോർഡ്സും അതൊക്കെ കഴിഞ്ഞ് ഈ 11ൻ്റെ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് കൊണ്ടുപോകാൻ വേണമല്ലോ. അപ്പോൾ വീക്കെൻഡ്സിൽ നിങ്ങൾ മാരത്തോൺ റിവിഷൻസിലൂടെ നമ്മുടെ ഈ ടോപ്പിക്കുകൾ റിവൈസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം റെഗുലറായിട്ട് നമ്മൾ അതിനെ ബേസിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കണം, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ റിവൈസ് ചെയ്ത് പോവുകയും വേണം. അപ്പോൾ നമ്മുടെ സെൽഫ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് നിങ്ങൾ എപ്പോഴും ഏതെങ്കിലും ഒരു ദിവസം വീക്ക്ലി ഒരു 2 ഡേയ്സിൽ ഒരു സ്ലോട്ട് വെക്കുക. നിങ്ങൾ +1 ടോപ്പിക്സ് റിവൈസ് ചെയ്യാനായിട്ട് എല്ലാ സബ്ജക്റ്റിൻ്റെയും +1 ടോപ്പിക്സും നിങ്ങൾ നോക്കിപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ ഓവർലോഡായി ഒന്നും ഓർമ്മ കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ മോർഫോളജി ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ നിങ്ങൾ മോർഫോളജി ചാപ്റ്റർ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്ന ഒരു വലിയൊരു ടോപ്പിക്കാണ് നമ്മുടെ പ്ലാന്റ് ഫാമിലീസ്, അല്ലേ? നമുക്ക് 5 ഫാമിലീസ് പഠിക്കാനുണ്ട്. ആസ് പെർ NCERT നിങ്ങൾക്ക് NCERTയിൽ ആദ്യം ഉണ്ടായിരുന്ന കുറേ ഫാമിലീസൊക്കെ റിമൂവ് ചെയ്തിട്ട് നീറ്റ് സിലബസിൽ പുതിയ ഫാമിലീസ് ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ NCERTയിൽ കാണുന്ന ഫാമിലീസ് ആയിരിക്കില്ല നീറ്റ് സിലബസിലുള്ളത്. നീറ്റ് സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 5 ഫാമിലീസ് ആണ്. അതായത് ഫേബേസിയെ ആദ്യമേ മുതൽ ഉണ്ടായിരുന്നു, റിട്ടൈൻ ചെയ്യപ്പെട്ടതാണ്. ബാക്കി എല്ലാം പുതിയ ഫാമിലീസ് ആണ്. മാൽവേസിയെ, കോമ്പോസിറ്റെ, ബ്രാസിക്കേസിയെ ആൻഡ് പോയേസിയെ, ഇങ്ങനെ 5 ഫാമിലീസ്. അപ്പോൾ ഈ ഫാമിലീസിൻ്റെ ഫ്ലോറൽ ഫോർമുലയൊക്കെ വെച്ചിട്ടാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ എങ്ങനെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും? മിസ് നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. അപ്പോൾ ഓരോ ഫാമിലിയുടെ ഫ്ലോറൽ ഫോർമുല നമ്മൾ എങ്ങനെ ഓർത്തിരിക്കും? ആദ്യത്തേത് ഫേബേസിയെ നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം വെക്സിലറി ഈസ്റ്റിവേഷൻ ഉള്ളത് ഇവർക്ക് മാത്രമേ ഉള്ളൂ. ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ, 2 വിങ് പെറ്റൽ സൈഡിൽ 2 കീൽ പെറ്റൽ തമ്മിൽ ഫ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ 1+2+2 അറേഞ്ച്മെൻറ്റ് ഇവരുടെ മാത്രമാണ്. അതേപോലെ തന്നെ ആൻഡ്രൂഷ്യം ഡൈഅഡൽഫ് സ്റ്റേമൻസ് ആയിട്ട്, സ്റ്റേമൻസ് 2 ബണ്ടിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 9 പേര് ഫ്യൂസ് ചെയ്തിരിക്കുന്നു, ഒരാൾ ഒറ്റയ്ക്കിരിക്കുന്നു. 9+1 അറേഞ്ച്മെൻറ്റ്, അതും ഫേബേസിയുടെ പ്രത്യേകതയാണ്. അപ്പോൾ അത് നോക്കിയാൽ നമുക്ക് ഫേബേസിയെ മനസ്സിലായി. ഇനി മാൽവേസിയെ, നമ്മുടെ മാലോ ഫാമിലി. മാൽവേസിയെ ഭയങ്കര എളുപ്പമാണ്. കാരണം മാൽവേസിയുടെ എക്സാമ്പിൾ നമ്മുടെ ചെമ്പരത്തിപ്പൂവിനെ ഓർത്താൽ മതി, അല്ലേ? ചെമ്പരത്തിപ്പൂവ്, നമ്മുടെ ലേഡീസ് ഫിംഗർ അല്ലെങ്കിൽ വെണ്ട, ഇതെല്ലാം കോട്ടൺ, ഇതൊക്കെ ഇതിലെ മെമ്പേഴ്സാണ്. അപ്പോൾ മാൽവേസിയയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എപ്പി കാലിക്സ്. അതായത് കാലിക്സിൻ്റെ താഴെ ചെറിയ റെഡ്യൂസ് ലീഫ് ലൈക്ക് ബ്രാക്ടിയോൾ, റെഡ്യൂസ് ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് പോലെ ഒരു ലെയർ ആയിട്ട് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എപ്പി 3 to 7 എന്നുള്ളത് ഇവരുടെ മാത്രം പ്രത്യേകതയാണ്. അതേപോലെ ഇവരിലാണ് നമ്മൾ സ്റ്റേമിൻസ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത്, ഫിലമെന്റ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് സ്റ്റേമിനൽ ട്യൂബൊക്കെ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം ആൻഡ്രൂഷ്യം ഇൻഫിനിറ്റി എന്ന് എഴുതാം, ഗൈനൂഷ്യം ഇതേപോലെ തന്നെ എന്താ പറയുക, ഇൻഫിനിറ്റി നമ്പർ എന്ന് എഴുതാം. അതൊക്കെ ഇവരുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഇൻഫിനിറ്റി സൈൻ കണ്ടാൽ അല്ലെങ്കിൽ എപ്പി 3 to 7 എന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മാൽവേസിയ ഫാമിലിയാണ് നമുക്ക് ഓർപ്പിക്കാം. ഇനി നമ്മൾ നേരെ വരുന്നത് നമ്മുടെ കോമ്പോസിറ്റെ അല്ലെങ്കിൽ എസ്ട്രേസിയ ഫാമിലി, സൺഫ്ലവർ ഫാമിലി. ഏറ്റവും വലിയ ഡൈക്കോട്ട് ഫാമിലിയാണിത്, നമുക്കറിയാം. ഈ ഫാമിലിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, നമ്മൾ പഠിക്കുന്ന ബാക്കി എല്ലാ ഫാമിലിയിലും ഓവറി സുപ്പീരിയർ ആണ്, ഹൈപ്പോഗൈനസ് ഫ്ലവർ ആണ്. പക്ഷേ ഇവരിൽ മാത്രം ഓവറി ഇൻഫീരിയർ ആണ്. അതായത് ജിയുടെ മുകളിലായിരിക്കും ലൈൻ ഉണ്ടാവുക, ഗൈനൂഷ്യത്തിൻ്റെ മുകളിലായിരിക്കും ലൈൻ ഉണ്ടാവുക. സോ ഓവറി ഇൻഫീരിയർ എപ്പിഗൈനസ് ഫ്ലവർ എന്ന് പറയുന്നത് ഇവർ മാത്രമേ ഉള്ളൂ. അതേപോലെ ഇവർക്ക് 2 ടൈപ്പ് ഇൻഫ്ലോറസൻസ് ഉണ്ട്, 2 ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്, അല്ലേ? അതായത് സൺഫ്ലവർ അല്ലെങ്കിൽ നമ്മുടെ മാരിഗോൾഡ് എന്നൊക്കെ പറയുന്നത് ഇതിലെ മെമ്പേഴ്സാണ്. അവർ ഒരു ഇൻഫ്ലോറസൻസ് ആണ്, ഒരു ഇൻഡിവിജ്വൽ ഫ്ലവർ അല്ല. റേ ഫ്ലോററ്റും ഉണ്ട്, ഡിസ്ഫ്ലോററ്റും ഉണ്ട്. റേ ഫ്ലോററ്റ് ഫീമെയിൽ ഫ്ലവർ ആണ്, ഡിസ്ഫ്ലോററ്റ് ബൈസെക്ഷൽ ഫ്ലവർ ആണ്. അപ്പോൾ റേ ഫ്ലോററ്റിനെ കാണിച്ചാൽ നമുക്കറിയാം ഫീമെയിൽ ആയിരിക്കും. പിന്നെ ഇവരുടെ ഒക്കെ സെപ്പൽസ് പാപ്പസ് ആയിട്ട് മോഡിഫൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ K പാപ്പസ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഇവരാണെന്ന് നമുക്ക് ഉറപ്പിക്കാം, അല്ലേ? പിന്നെ എന്താണ് ഇവരുടെ പ്രത്യേകത? ഇപ്പോൾ റേ ഫ്ലോററ്റ് ആണെങ്കിൽ
ലീഗുലേറ്റ് ഫ്ലവർ ആണ്. പെറ്റൽസ് എല്ലാം കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ടങ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇവർക്ക് സ്റ്റേമൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഡിസ്ഫ്ലോററ്റ് ആണെങ്കിൽ സ്റ്റേമൻസും ഉണ്ടാവും, ആൻഡ്രൂഷ്യം ഗൈനോഷ്യം ഉണ്ടാവും, ബൈസെക്ഷൽ ഫ്ലവർ ആണ്. പക്ഷേ ഏറ്റവും ബേസായിട്ട് നമുക്ക് ഇവരെ ഓർത്തിരിക്കാൻ പറ്റുന്ന 2 പോയിന്റ്സ് ആണ്. ഒന്ന് പാപ്പസ്, പിന്നെ എപ്പിഗൈനസ് ഫ്ലവർ, അതായത് ഓവറി ഇൻഫീരിയർ. നെക്സ്റ്റ് ഫാമിലിയാണ് നമ്മുടെ ബ്രാസിക്കേസിയെ അല്ലെങ്കിൽ നമ്മളുടെ ക്രൂസിഫെറി, മസ്റ്റേർഡ് ഫാമിലി. ഇതിനെ നമ്മൾ എങ്ങനെ ഓർത്തിരിക്കും? മസ്റ്റേർഡ് ഫാമിലിയുടെ പ്രത്യേകതയാണ് ക്രൂസിഫോം കൊറോള, അല്ലെ? ക്രൂസിഫിക്സ് പോലെ ടെട്രാമെറസ് ഫ്ലവേഴ്സ് ആണ്. 4ഉം അതിന്റെ മൾട്ടിപ്പിൾസും ആയിരിക്കും, സെപ്പൽസും പെറ്റൽസും ആൻഡ്രൂഷ്യം ഗൈനോഷ്യം എല്ലാം. അപ്പോൾ നമ്മൾ ഇവിടെ ഫ്ലോറൽ ഫോർമുലയിൽ നോക്കുമ്പോൾ A2+4 എന്ന് എഴുതിയിരിക്കുന്ന കാണാം. A2+4 എഴുതിയിരിക്കുന്ന ഇവർക്ക് മാത്രമേ ഉള്ളൂ. കാരണം സ്റ്റേമൻസിനെ 2 വോളായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. ടെട്രാ ഡൈനാമസ് സ്റ്റേമൻ. എന്താണ് ടെട്രാ ഡൈനാമസ്? അതായത് 4 സ്റ്റേമൻസ്. ഫിലമെന്റിന്റെ ലെങ്ത്തിൽ വേരിയബിലിറ്റി ഉള്ളതുകൊണ്ട് 4 സ്റ്റേമൻസ് നേരെ നിൽക്കും, 2 പേര് ഇങ്ങനെ സൈഡിലേക്ക് നിൽക്കും. അവർക്ക് നല്ല എക്സ്പോഷർ ഉണ്ട്. അപ്പോൾ 4 പേര് നേരെ ടെട്രാ, 2 പേര് സൈഡിലേക്ക് ഡൈനാമസ്. ടെട്രാ ഡൈനാമസ് 2+4 ഇവരിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ഫാമിലി പോയേസിയെ ഓർ ഗ്രാമീനെ. ഒരേ ഒരു മോണോകോട്ട് ഫാമിലിയെ നമ്മൾ പഠിക്കുന്നുള്ളൂ, ബാക്കി എല്ലാം ഡൈക്കോട്ട് ഫാമിലീസ് ആണ്. ഒരേ ഒരു മോണോകോട്ട് ഫാമിലിയാണ് നമ്മുടെ ഗ്രാസ് ഫാമിലി ആയിട്ടുള്ള പോയേസിയെ അല്ലെങ്കിൽ ഗ്രാമീനെ. ഇവരുടെ ഫ്ലോറൽ ഫോർമുല നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? കാലിക്സും കൊറോളയും തമ്മിൽ ഫ്യൂസ് ആയിട്ട് പെരിയാന്ത് ഫോം ചെയ്തിരിക്കുന്ന ഇവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് KC എന്നൊന്നും ഫ്ലോറൽ ഫോർമുല ഇല്ല, ഇവർക്ക് P എന്ന് മാത്രമേ ഉള്ളൂ. അത് Pയും സ്കെയിലി ആയിട്ടുള്ള ലോഡിക്യൂൾസ് ആയിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ P എന്ന് എഴുതിയിട്ട് ലോഡിക്യൂൾസ് എന്നൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ മാത്രം പ്രത്യേകതയാണ്. പിന്നെ മോസ്റ്റ്ലി ഇവരുടെ ഫ്ലവേഴ്സ് ട്രൈമറസ് ആയിരിക്കും, 3ഉം അതിൻ്റെ മൾട്ടിപ്പിൾസും ആയിരിക്കും ഇവരുടെ ഫ്ലോറൽ അപ്പൻഡേജസിന്റെ നമ്പർ. അങ്ങനെ നമുക്ക് ഇവരെയും ഐഡന്റിഫൈ ചെയ്യാം. സിമ്പിൾ അല്ലേ? അപ്പോൾ ഓരോ ഫ്ലോറൽ ഫോർമുലയും നിങ്ങൾ എല്ലാം ബൈ ഹാർട്ട് ചെയ്തിരിക്കണം എന്നില്ല. ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ചെറിയ കുറച്ച് ടിപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫ്ലോറൽ ഫോർമുല റിവൈസ് ചെയ്യാനും പറ്റും. ഇത് നിങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. ഇനിയും ഇതുപോലുള്ള ടിപ്സ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഗുഡ് ലക്ക്.